ഇന്ന് നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാൻ പോവാണ് കേട്ടോ. നോമ്പ് കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോവാണ്. ആണ്ട് കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോവാണ്. കത്തോലിക്കരല്ലാത്തവർ ക്രൈസ്തവരായിട്ടുള്ളവർ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോൾ കുമ്പസാരിച്ചാൽ മതി കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കട്ടെ, എന്താണ് കുമ്പസാരം? എന്താണ് കുമ്പസാരം? അച്ഛനാരെങ്കിലും സഹായിച്ചു തരുമോ? ആൽബർട്ട്, നിന്റെ ആദ്യ കുർബാന അടുത്തല്ലേ കഴിഞ്ഞത്? എന്താണ് കുമ്പസാരം? ഇങ്ങോട്ട് വാ. കുമ്പിട്ടിട്ടൊക്കെ വന്നോ? പറഞ്ഞു, എന്താണ് കുമ്പസാരം? പാപം ദൈവത്തിനോട് പറയാ. പാപം ദൈവത്തോട് പറയുന്നതാണ്. സിമ്പിളാണ് അവൻ പറഞ്ഞത്. പാപം ദൈവത്തോട് പറയുന്നതാണ് കുമ്പസാരം. ഒരു കൈയടി കൊടുത്തേ. പിശുക്കല്ലേ, നന്നായിട്ട് അടിക്കേ. പോയിരുന്നു. കുമ്പസാരം ഒരു സഭയുടെ പ്രബോധനം അനുസരിച്ച് കുമ്പസാരത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: മാമോദീസ സ്വീകരിച്ചതിന് ശേഷം മനുഷ്യർ ചെയ്തു പോയ പാപങ്ങൾ അനുതാപത്തോടെ വൈദികനോട് ഏറ്റുപറയുകയും പാപമോചനം സ്വീകരിക്കുകയും ദൈവവരപ്രസാദത്തിൽ നിറയുകയും ചെയ്യുന്ന കൂദാശയാണ് എന്ത്? കുമ്പസാരം. എന്ത് ചെയ്യണം? ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം, മാമോദീസ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ചെയ്തു പോയ ഏത് പാപങ്ങളും കർത്താവിനോട്, വൈദികനോട് ഏറ്റുപറയുകയും കേട്ടോ. വൈദികനോട്, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. വൈദികനോട് ഏറ്റുപറയണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പാപം ചെയ്തു കഴിയുമ്പോൾ 4 ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിരുന്നു. ഓർക്കണ്ടോ? ആരെങ്കിലും ഓർക്കണ്ടോ? പാപം ചെയ്തു കഴിയുമ്പോൾ 4 ബന്ധങ്ങൾ. 1, ദൈവത്തോടുള്ള ബന്ധം. 2, സഹോദരങ്ങളോടുള്ള ബന്ധം. 3, പ്രകൃതിയോടുള്ള ബന്ധം. 4, ചേച്ചി, അതാണ് നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ അലീന 4 ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഒന്നാമത്തേത് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. ഇപ്പം നമ്മൾ നമുക്ക് ആരോടെങ്കിലും അസൂയ തോന്നുകയോ വെറുപ്പ് തോന്നുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. 2, സഹോദരങ്ങളോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. 3, എന്നോട് തന്നെയുള്ള, എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരോടെങ്കിലും വെറുപ്പോടുകൂടി ഇരിക്കുവാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉള്ളിലൊരു ഒരു മനക്കടി ഉണ്ടാവും. ശരിയാവണില്ലല്ലോ പ്രാർത്ഥന എന്ന് പറയുന്ന പോലെ. അതാണ്, എന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. 4മത്തേത് പ്രകൃതിയോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന പറയുക. ഇപ്പൊ വൈദികനോട് കുമ്പസാരിക്കണം എന്ന് പറയാനുള്ള കാരണം, ഈ എല്ലാ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വൈദികൻ എന്ന് പറയുന്നത്. അദ്ദേഹം ദൈവികമായ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പോലെ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, അതോടൊപ്പം തന്നെ മനുഷ്യനുമാണ്. അപ്പൊ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യവർത്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പുരോഹിതനോട് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുക എന്ന് പറയുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ചേ, ഈശോയേ, 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 ഈശോയേ. അപ്പൊ അതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ വൈദികനെ അറിയിക്കുകയും, അനുതാപത്തോടെ വൈദികനെ അറിയിക്കുകയും, പിന്നീട് എന്ത് ചെയ്യണം? അനുതാപത്തോടെ വൈദികനെ അറിയിക്കണം. വൈദികൻ തരുന്ന പ്രായശ്ചിത്തമല്ല, പാപമോചനം സ്വീകരിക്കുകയും ദൈവപ്രസാദത്തിൽ നിറയുകയും ചെയ്യുന്ന കുദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ഇനി ചോദിക്കട്ടെ, നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ, ഇത് കാറ്റഗിസം ക്ലാസ്സാണെന്ന് വിചാരിച്ചാൽ മതി. കുഞ്ഞുനാളിൽ എപ്പോഴോ കല്യാണത്തിന് മുമ്പോ ജ്ഞാനസ്നാനത്തിന് സമയത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആദ്യ കുർബാനയുടെ സമയത്തോ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ചോദിക്കട്ടെ, നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? എത്രണ്ണോ? 5 എണ്ണം. ഒന്നെന്താ? പാപങ്ങളെ ക്രമമായി ഓർക്കണം കേട്ടോ. എല്ലാ പാപങ്ങളും നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ക്രമമായിട്ട് ഓർക്കണം. 1. 2, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. നമ്മൾ പശ്ചാത്താപ ദിവസമായിട്ട് വേണം കുമ്പസാരക്കൂടിനെ ചെന്ന് മുട്ടുകുത്താനും കുമ്പസാരിക്കാനും. 3മത്തേത്, വെരി ഗുഡ്, മേലിൽ പാപം ചെയ്യില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ. അതാണോ? 3മത്തേതാണോ? പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നത്. പിന്നെ വീല് പോലെയല്ലോ. 1മത്തെ എന്താ? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. 2, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. 3, ചെയ്തുപോയ മാരക പാപങ്ങളെങ്കിലും
വൈദികനെ അറിയിക്കുന്നത്. 4, നീ പഠിച്ച കാറ്റഗിസം ടെസ്റ്റിൽ അത് ഉണ്ടായില്ല, മിസ്സായി. 4-ാമത്തേത്, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നത്. 5, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. അപ്പൊ എന്താണ് കുമ്പസാരം എന്ന് അച്ഛൻ പറഞ്ഞു. നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കൈവീശേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കുമ്പസാരിക്കാൻ ചെല്ലുമ്പോ ഒന്നാമത്തെ ചിന്ത എന്തായിരുന്നു? നല്ല കുമ്പസാരത്തിന് വേണ്ട ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. അത് എഴുതി വെച്ചോ, പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്. ആ ഒരു പോയിന്റ് മാത്രമേ അച്ഛൻ ഡെവലപ്പ് ചെയ്യുള്ളൂ, വേറെ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അത് മതി കുമ്പസാരിക്കാനായിട്ട്. അനുതാപത്തെക്കുറിച്ചൊക്കെ ഈ ആഴ്ചകളിൽ മുഴുവൻ അച്ഛൻ പറഞ്ഞതാണ്. പാപത്തെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അച്ഛൻ പറഞ്ഞതാണ്. പിന്നെ ഈ ഒരൊറ്റ ചിന്ത പറയുള്ളൂ, പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കണം കേട്ടോ. എല്ലാ പാപങ്ങളും ക്രമമായിട്ട് ഓർക്കുക. കുമ്പസാരിക്കാൻ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പാപങ്ങൾ ക്രമമായിട്ട് ഓർക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സഭ നമ്മെ പഠിപ്പിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൽപ്പനകളൊക്കെ ഉണ്ട് അല്ലേ? കൽപ്പനകൾ. എത്ര കൽപ്പനകളുണ്ട് ബൈബിളിന്റെ വെളിച്ചത്തിൽ? 9 10? ആർക്കെങ്കിലും ഒന്ന് എഴുന്നേറ്റ് എന്നാ 10 കൽപ്പനകൾ പറയാമോ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ. അത് വേണ്ട, കൂട്ടത്തിൽ പറയാൻ എല്ലാവർക്കും പറ്റും. ഒറ്റയ്ക്ക് പറയാനാണ് ഞാൻ പറഞ്ഞത്. കൂട്ടത്തിലെല്ലാം കൂടി പറഞ്ഞോളും. മറ്റേ ഒന്ന് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞോ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഓക്കെ. 2, ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഷിബിനെ അറിയാമായിരുന്നോ? 4, നേരെ കള്ളസാക്ഷ്യത്തിലേക്ക് പോകരുത്. 4-ാമത്തെ ഏതാ? 4-ാമത്തെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5-ാമത്തേത് എന്താ? 5-ാമത്തെ എന്താ? കൊല്ലരുത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കൊല്ലരുത്. ഓക്കെ. 6, വ്യഭിചാരം ചെയ്യരുത്. 7, മോഷ്ടിക്കരുത്. 8, കള്ളസാക്ഷ്യം പറയരുത്. 9, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് കേട്ടോ. അപ്പൊ 10 കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഈ കാറ്റീസം പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും എഴുന്നേറ്റും. കാറ്റീസം പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റ്. ശിവൻ എഴുന്നേക്ക്. നിങ്ങളെല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ 10 കൽപ്പനകൾ. 1 പറഞ്ഞോ. നിനക്കുണ്ടാവരുത്. ആചരിക്കണം, ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, എൻ്റെ ഭാര്യയെ മോഹിക്കരുത്, എൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഒന്ന് കൈവീശിയേ. ഇരുന്നോ കേട്ടോ. അപ്പോൾ നമ്മൾ പാപങ്ങൾ ക്രമമായി ഓർക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ഈ 10 കൽപ്പനകൾ നമ്മൾ എടുക്കണം. ഈ 10 കൽപ്പനകൾക്കെതിരെ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയണം. രണ്ടാമതായിട്ട് മൂലപാപങ്ങളുണ്ട്. മൂലപാപങ്ങൾ എത്രയാ? മൂലപാപങ്ങൾ എന്നറിയോ? ആർക്കെങ്കിലും അറിയോ? മൂലപാപങ്ങൾ എത്രയാ? ഹലോ, മൂലപാപങ്ങൾ ആർക്കും അറിയില്ല അല്ലേ? കയ്യൊന്ന് വീശിയേ, എല്ലാവരും ഒന്ന് വീശിയേ. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കുമ്പസാരം ഒന്നും ശരിയാവുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ മൂലപാപങ്ങളൊക്കെ ഓർത്തു വെക്കണം. എന്ന് എഴുതി വെച്ചോ, മൂലപാപങ്ങൾ എന്നും പറഞ്ഞിട്ട് ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്തോ. മുകളിൽ എന്താണ്? ദൈവകൽപ്പനകൾ 10, അത് നമ്മളെല്ലാവരും ഇപ്പൊ പഠിച്ചു. അടുത്തത് മൂലപാപങ്ങൾ 7. മൂലപാപങ്ങൾ 7. കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഈ മൂലപാപങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് നോക്കണം. ഒന്ന് നിഗളം, ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പണക്കൊതി കേട്ടോ. നിഗളം, ദ്രവ്യാഗ്രഹം, മോഹം, എന്തെങ്കിലോടൊക്കെ അനിയന്ത്രിതമായ മോഹമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. പിന്നെ കോപിക്കുന്നവര് കേട്ടോ. പിന്നെ കൊതി, അസൂയ, മടി. ഇതാണ് 7
മൂലപാപങ്ങൾ. ഈ മൂലപാപങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ അത് ഏറ്റു പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വീണ്ടും ഒരു ചാൻസ് വരാണ്. എടാ ആൽബർട്ടെ, നിനക്കറിയോ ഈ തിരുസഭയുടെ കൽപ്പനകൾ എത്രയാ? തിരുസഭയുടെ കൽപ്പനകൾ 5. ആർക്കെങ്കിലും എഴുന്നേറ്റെന്ന് പറയാമോ? ചാൻസ് ഉണ്ട്. തിരുസഭയുടെ കൽപ്പനകൾ 5 എന്ന് പറയാൻ അറിയാം, പക്ഷെ 5 കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് അറിയാം. എഴുതി വെച്ചോ കേട്ടോ, എല്ലാവരും എഴുതിക്കോ. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് കേട്ടോ. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവനും കുർബാനയിലും പങ്കെടുക്കണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. അതാണ് അച്ഛൻ ഇടവക പള്ളിയിൽ ഞായറാഴ്ച ദിവസം മിക്ക ആഴ്ചകളിലും അച്ഛൻ പറയുമല്ലോ, കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന സമയത്ത് ഓരോരുത്തർ വരുന്നത്. ഇപ്പോഴും മാറ്റമില്ലാത്ത ആളുകളുണ്ട്. 9:30 മണിയാവുമ്പോൾ 9:45 കുർബാന 8:30-ക്കാണെങ്കിൽ 9 മണിക്ക് പള്ളിയിൽ വരുന്നവര്, 9:45-ന് 9:30-ക്കൊക്കെ പള്ളിയിൽ വരുന്ന ആളുകളുണ്ട് കയ്യും വീശി. അങ്ങനെയെന്താ മുഴുവനും കുർബാനയിൽ പങ്കെടുക്കണം. ഇനി നമ്മൾ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ടാണ് കുർബാനയ്ക്ക് വരുന്നതെങ്കിൽ അത് കുമ്പസാരക്കൂട്ടിൽ പറയേണ്ട ഒരു പാപമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. പറയാറുണ്ടോ? പള്ളിയിൽ വൈകി വന്നിട്ട് കുമ്പസാരക്കൂട്ടിൽ പറയാറുണ്ടോ? ഞായറാഴ്ച കുർബാന മുടക്കിയിട്ട് കുമ്പസാരക്കൂട്ടിൽ പറയാറുണ്ടോ? ശ്രദ്ധിക്കണം. ഞായറാഴ്ച കുർബാന വൈകി വരികയോ ഞായറാഴ്ച കുർബാനയിൽ നമ്മൾ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് ഉത്തിരിപ്പാടും ഉണ്ടാവും കേട്ടോ. ആത്മാവില് കടം ഉണ്ടാവും. കടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയേണ്ടതാണ് കേട്ടോ. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവനും കുർബാനയിലും പങ്കെടുക്കണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യുകയും അരുത്. ഇപ്പൊ ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയണം. രണ്ടാമത്തേത്, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാ കാലത്ത് ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം കേട്ടോ. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറയുക. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാ കാലത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുക. ഈ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് സഭ നിയമം വെക്കാൻ കാരണം എന്താണെന്നറിയോ? ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് സഭ നിയമം വെക്കാൻ കാരണം എന്താണെന്നറിയോ? ഒന്ന് കോമൺ സെൻസിക്കലായിട്ട് ചിന്തിച്ചു നോക്കിയേ. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് സഭ നിയമം വെക്കാൻ കാരണം എന്താണെന്നറിയാമോ? അങ്ങനെയെങ്കിലും കുമ്പസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ കുമ്പസാരിക്കില്ല. ചില നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജീവിതം ഇങ്ങനെ പോകുന്നത്. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിയാവില്ല. അപ്പം അതാണ് ആണ്ടിലൊരിക്കൽ നിർബന്ധമായിട്ടും കുമ്പസാരിക്കണം. ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള കാര്യം, യു ഷുഡ് ഡു ഇറ്റ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആണ്ടിലൊരിക്കലാണോ നമ്മൾ പാപം ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും എത്ര അശുദ്ധികൾ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ കടന്നു പോകും. അപ്പം അതുകൊണ്ട് അച്ഛനൊക്കെ ചെയ്യുന്നത് ചില സമയത്ത് ഇപ്പോൾ ആഴ്ചയിൽ ഈ ആഴ്ച 2 പ്രാവശ്യം കുമ്പസാരിച്ചു, ഇന്നലെ പോയി കുമ്പസാരിച്ചു, തിങ്കളാഴ്ച കുമ്പസാരിച്ചു, ആഴ്ചയിൽ 2 പ്രാവശ്യം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിശ്വാസികളൊക്കെ എന്ത് ചെയ്യുക? 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും മാക്സിമം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും മാക്സിമം ഒന്ന് കുമ്പസാരിച്ച് ഒരുങ്ങാനൊക്കെ പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിപ്പുണ്ടാവും നല്ല വിശാലമായി പുഞ്ചിരിച്ച് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെ മടിയും പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഒരു കാര്യം അച്ഛൻ പറയാ, കുമ്പസാരിക്കാതെ മാരക പാപങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നരകത്തിൽ പോവും. മനസ്സിലാവുന്നുണ്ടോ? ചിരിച്ചു കളിച്ചൊക്കെ അച്ഛൻ പറയുന്നത്, നല്ല പാപം മുഴുത്ത പാപങ്ങളൊക്കെ ചെയ്തിട്ട് വ്യഭിചാരവും 1-ാം പ്രമാണ ലംഘനവും ഒക്കെ ചെയ്തിട്ട് കൊലപാതകമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് കുമ്പസാരിക്കാതെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. മാരക പാപമൊക്കെ ചെയ്തിട്ട് കുമ്പസാരിക്കാതെയൊക്കെ നമ്മൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കരുണ കുഴിമാടം വരെ ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടം മുഴുവനും കർത്താവിന്റെ കരുണയുണ്ട്, ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഈ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങളായിരിക്കുമ്പോ മാരക പാപത്തിലൊക്കെ ആണെങ്കിൽ കുമ്പസാരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. മുകളിൽ അച്ഛൻ ഇരിക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിക്കാതെ, ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് ദൈവം തരുന്നൊരു സാധ്യതയാണ്. ഇത് ഉപയോഗിക്കാതെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയെന്ന് വിചാരിച്ച പോണ വഴിയിൽ മാരകഭാവത്തോടെ നിങ്ങൾ മരിച്ച ആത്മാവ് പോയി, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉണ്ടോ? മൂന്നാമത്തേത്. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ തിരുസഭയുടെ കൽപ്പന എന്തായിരുന്നു? ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവനും കുർബാനയിലും പങ്കെടുക്കണം. ഈ കടപ്പെട്ട തിരുനാളുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാ ഞായറാഴ്ചകള്, പിന്നെ ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിന്റെ അമലോത്ഭവ തിരുനാളുകള്,
തിരുനാള്, പിന്നെ ഈസ്റ്റർ, ക്രിസ്മസ്, ദുഃഖവെള്ളി, എന്താണ് വളരെയധികം തിരഞ്ഞെടുക്കപ്പെട്ട ദിനങ്ങളിലൊന്നും കുർബാന ഭംഗി ചെയ്യാൻ പാടില്ല, മുടങ്ങാൻ പാടില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇടവകയിലാണെങ്കിൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, കടമുള്ള ദിവസമാണെന്ന് ചില സമയത്ത് ജനങ്ങളോട് ഞാൻ പറയാറുണ്ട്. ആ ദിവസങ്ങളിലൊന്നും നമ്മൾ കുർബാനയൊന്നും മുടക്കാൻ പാടുള്ളതല്ല. കുറെ മടിയന്മാരും മടിച്ചുകളൊക്കെ ഉണ്ടാവും, പള്ളി പോവില്ല. നല്ല രണ്ട് കാലും നല്ല എന്താണ് ഗത പോലത്തെ രണ്ട് കൈയും എല്ലാം ഉള്ളപ്പോ പള്ളിയിൽ പോവില്ല. ഇങ്ങനെ ഇരിക്കും. ഒരു കാര്യം അച്ഛൻ പറയാ, കിടന്നു പോയാ ഇരുന്ന് പോയാ പിന്നെ ഈശോനെ സ്വീകരിക്കാനും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും ഒക്കെ അച്ഛന്മാരുടെ കാല് പിടിക്കേണ്ടി വരും. ഞങ്ങള് വല്ലഭ കാലത്തൊക്കെ വരുള്ളൂ ദിവ്യകാരുണ്യം നൽകാനൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? നല്ല ആരോഗ്യമുള്ള സമയത്ത്, കയ്യും കാലും ഉള്ള സമയത്ത് പള്ളിയിൽ പോവുക, ഈശോയെ കാണുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക, കുമ്പസാരിക്കുക, ആത്മാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമ്മള് മരിക്കുന്നത് വരെ കർത്താവിന്റെ കാരുണ്യമുണ്ട്. ഞാൻ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയോ? എപ്പോഴാണ് കാറ്റ് പോടേന്ന് അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷം മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. അനുദപിക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ തിരുസഭയുടെ കൽപ്പന, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുക കേട്ടോ. പെസഹ കാലത്തൊന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. മൂന്നാമത്തേത്, നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യുക കേട്ടോ. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യുക കേട്ടോ. ഏതാ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാ? ഉപവസിക്കണമെന്ന് സഭ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാ? വിഭൂതി ബുധൻ, ദുഃഖവെള്ളി കേട്ടോ. ഓർത്തിരിക്കുക, 2 ദിവസങ്ങളാണ് മസ്റ്റ്. 18 വയസ്സിന് മുകളിലും 59 വയസ്സ് വരെയുള്ള ആളുകൾ രോഗങ്ങളൊന്നുമില്ലെങ്കിൽ നിർബന്ധമായിട്ടും, ഇനി 59 വയസ്സിന് മുകളിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഉപവസിക്കുക. അല്ലെങ്കിൽ സഭ പറയുന്ന നിയമം ഇതാണ്, 18 വയസ്സിന് മുകളിൽ 59 വയസ്സ് വരെ എല്ലാവരും ഒരു നേരമെങ്കിലും ഉപവസിക്കണം. ഏതൊക്കെ ദിവസങ്ങളാണ്? വിഭൂതി ബുധനും ദുഃഖവെള്ളി കേട്ടോ. ദുഃഖവെള്ളിയും അത് ഉപവസിക്കണം. നമ്മുടെ ആത്മാവിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയ നന്മകളാണ്. പിന്നെ മാംസം വർജിക്കേണ്ട ദിവസം ഏതാണ്? ഏത് ദിവസം? എല്ലാ വെള്ളിയാഴ്ചയും കേട്ടോ. സഭാനിയമപരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ മാംസം വർജിക്കണമെന്നാണ് പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഈ നോമ്പ് കാലഘട്ടത്തില് നമ്മൾ എന്ത് ചെയ്യണം? മാംസം വർജിക്കണമെന്ന് നിയമമില്ല സഭയിൽ. പക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മാംസം വർജിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ വസന്ത കാലഘട്ടം ആയതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? മാംസങ്ങളൊക്കെ വർജിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാലാമത്തേത്, വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ അരുത്. മനസ്സിലാവുന്നുണ്ടോ? വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ അരുത്. ഈ വിലക്കപ്പെട്ട കാലം എന്ന് പറഞ്ഞാൽ ഏതാ? കല്യാണം നടത്താൻ പറ്റാത്ത കാലം ഏതാ? നോമ്പ് കാലം. പിന്നെ 2 നോമ്പ് കാലങ്ങളിലും, അതായത് ഒന്ന് ഈ ക്രിസ്മസിന് ഒരുക്ക് 25 നോമ്പ് ഉണ്ടല്ലോ. പിന്നെ ഈ വലിയ നോമ്പ് നമ്മൾ 40 നോമ്പ്, സിറോ മലബാർ ആണെങ്കിൽ 50 നോമ്പ്, മലങ്കര ആണെങ്കിലും 50 നോമ്പ്. അപ്പോൾ 50 നോമ്പ്, 40 നോമ്പും 25 നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. നമുക്കല്ല, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. എനിക്കല്ലെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇപ്പം ഇൻ കേസ് സഭയിൽ കാനൻ ലോയിൽ പ്രിവിലേജ് ഉണ്ട്. അതായത് ചെറുക്കൻ ഇപ്പോൾ വിദേശത്താണ്, അവന് ജോലി പെട്ടെന്ന് തന്നെ ജോലി തിരിച്ച് കയറണമെന്നുള്ള ചില ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബിഷപ്പ് നേരിട്ട് നിങ്ങൾക്ക് അവസരം ഒരുക്കി തരും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഇളവുകളൊക്കെ സഭ തരും. പിന്നെ വചനം സഭ പറയുന്നുണ്ട്, വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്താൻ പാടില്ല. വിലക്കിയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാലോ, അന്യമതസ്ഥര്, ഈശോയെ അറിയാത്തവര്,
അങ്ങനെയുള്ളവരുമായിട്ട് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് സഭ നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി പ്രണയത്തിൻ്റെ പേരിൽ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചോ, അവൾ ഏത് വിശ്വാസത്തിലായിരിക്കും പിന്നെ മുന്നോട്ട് പോവുക? അവൾക്ക് എത്ര ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് കയറുന്ന വീട്ടിൽ അവർ മറ്റ് മത വിഗ്രഹങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ആരാധിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചായ്വ് ആ കൊച്ചിന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കണ്ട. നമ്മൾ നമ്മളുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. മരിച്ചു പോകുന്ന മനുഷ്യരൊന്നുമല്ല, മരണമില്ലാത്ത ദൈവത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കാൻ പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്തേത് ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും വൈദിക അധ്യക്ഷ നിശ്ചയിച്ചിട്ടുള്ള പദവാരവും മറ്റു ഓഹരികളും നൽകുക. കേട്ടോ, നമ്മൾ പള്ളിക്ക് കൊടുക്കുന്ന പദവാരവും ഓഹരിയൊക്കെ ഉണ്ടല്ലോ, വൈദിക ഇടവക വികാരിയച്ഛനോ മെത്രാനോ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇവിടെ ഓർക്കാണ്, ഇന്നലെ ഒരു പാവപ്പെട്ട അമ്മച്ചി കേട്ടോ, ഒരു പാവപ്പെട്ട അമ്മച്ചി എന്ന് പറഞ്ഞൊരു കൂലിപ്പണി എടുക്കണം അമ്മച്ചി. അപ്പം ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു 1000 രൂപ അച്ഛന് തന്നെ. ഞാൻ പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ തരണ്ടെന്ന് പറഞ്ഞു. കാരണം കുട്ടികളും അവർ എന്താ വല്ലാതെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിക്കുന്ന. ഞാൻ പറഞ്ഞു തരണ്ട, അതിൻ്റെ ആവശ്യമില്ല, കർത്താവിനെ അറിയാം. അങ്ങനെയല്ല അച്ഛാ, ഞാനിത് എൻ്റെ ഓഹരിയാണ്, ഞാനിത് തന്നില്ലെങ്കിൽ കൈയും കാലും തളർന്നു പോകുന്നു, ജോലി ചെയ്യാൻ പറ്റൂലെന്ന്. അങ്ങനെ ഇന്നലെ എനിക്ക് കൊണ്ടുവന്ന് പൈസ തന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, പള്ളിക്കൊക്കെ ഓഹരിയൊക്കെ കൊടുക്കണം കേട്ടോ, പള്ളിക്കൊക്കെ ഓഹരിയൊക്കെ കൊടുക്കണം, പദവാരമൊക്കെ. നമുക്ക് എന്ത് കിട്ടിയാലും 1% ദൈവത്തിന് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക കൽപ്പനകൾ എത്രയാ? 10. തിരുസഭയുടെ കൽപ്പനകൾ എത്രയാ? 5. മൂലഭാവങ്ങൾ എത്രയാ? 7. അത് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? നിഗളം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, പണിയോ, മടി. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരത്തിൽ പറയണമെന്ന് അച്ഛൻ പറയാണ്. പിന്നെ തിരുസഭയുടെ കൽപ്പനകൾ 5 നമ്മൾ പറഞ്ഞു. ഇനി പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ എഴുതി വെച്ചോ. പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ എത്രയാ? ആൽബട്ടെ ഓർക്കുണ്ടെന്നേ. പരിശുദ്ധാരൂപിക്ക് മേയാ കൂടട്ടെ. പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ 6 കേട്ടോ. ഒന്നാമത്തേത് എഴുതി വെക്ക്. മോക്ഷം കിട്ടുകയില്ല എന്ന വിചാരം. അതായത് ഞാൻ രക്ഷപ്പെടുമൊന്നുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ഇരുട്ടിൽ പോവുകയുള്ളൂ, ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, ഒരു പ്രത്യാശയില്ലാത്ത അനുഭവം, അത് പാപമാണ്. 1. 2. സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാതെയും കരുതാതെയൊക്കെ സ്വർഗത്തിൽ എത്തിച്ചേരാന്നുള്ള മിഥ്യാപ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ അയൽക്കാരെ, വേദനിക്കുന്നവരെ, രോഗികളെയൊക്കെ സ്നേഹിക്കാതെ ഒരിക്കലും നമുക്ക് ഈശോയുടെ അടുത്തേക്ക് എത്താൻ പറ്റത്തില്ല. ഒന്നാമത്തേത് മോക്ഷം കിട്ടുകയില്ല എന്ന വിചാരം. രണ്ടാമത്തേത് സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ. മൂന്നാമത്തേത് ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത്. അഞ്ചാമത്തേത് പാപം ചെയ്തതിന് ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്. എഴുതിയോ? പാപം ചെയ്തതിന് ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്. ആറാമത്തേത് അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തോടുകൂടെ മരിക്കുന്നത്. അന്ത്യസമയത്തും ഞാൻ അനുതപിക്കുന്നില്ല, വളരെ അഡമൻ്റായിട്ട് എൻ്റെ തലക്കാത്ത് മുഴുവൻ അഹങ്കാരം നിറഞ്ഞിട്ട് അനുതപിക്കാതെ ഞാൻ മരിക്കുന്നത്. അങ്ങനെയൊക്കെ മരിച്ചാൽ നേരെ നരകത്തിയിലേക്ക് പോകാൻ പറ്റും. ഇനി അടുത്തത് ഇത്ര എഴുതിയോ? ക്ലിയർ ആയോ? കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒന്ന് ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ തരുന്നതാണ്. അടുത്തത് ദൈവസമക്ഷം പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ. ദൈവസമക്ഷം പ്രതികാരത്തിനായി
ആവശ്യപ്പെടുന്ന പാപങ്ങൾ എത്ര? ദൈവസമക്ഷം പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ എത്ര? 10? 4 കേട്ടോ, 4. ഒന്നാമത്തേത് മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നത്. മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നത്. രണ്ടാമത്തേത് പ്രകൃതി വിരുദ്ധമായ മോഹപാപം ചെയ്യുന്നത്. പ്രകൃതി വിരുദ്ധ മോഹപാപം ചെയ്യുന്നത്. മൂന്നാമത്തേത് ദരിദ്രരെയും വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത്. ഈ പാപമൊക്കെ ചെയ്ത ദൈവം നമ്മോട് പ്രതികാരം ചെയ്യും കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ പാപം ഒന്നും ചെയ്യാതിരിക്കാൻ. മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നത്, പ്രകൃതി വിരുദ്ധമായ മോഹപാപങ്ങൾ ചെയ്യുന്നത്, ദരിദ്രരെയും വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത്. നാലാമത്തേത് വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാത്തത്. വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാത്തത്. വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഒരു ഗ്രൗണ്ട് അച്ഛൻ ക്ലിയർ ആക്കുമായിരുന്നു. കുമ്പസാരം എന്താണെന്ന് അച്ഛൻ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. കുമ്പസാരം എന്താണെന്ന് പറഞ്ഞു. പിന്നെ ദൈവിക കൽപ്പനകൾ എത്ര? 10. തിരുസഭയുടെ കൽപ്പനകൾ എത്ര? 5. പിന്നെ എന്തായിരുന്നു? മൂലഭാവങ്ങൾ എത്ര? 7. പിന്നെ പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ 6. പിന്നെ ദൈവസമക്ഷം പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4. ഇനി എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. സ്ഥിരം കുമ്പസാരങ്ങൾ കേൾക്കുന്നത് കൊണ്ട് പല തെറ്റുകളും പിഴവുകളും സംഭവിക്കുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞുതരാൻ പോവാണ് എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പം ആദ്യം എഴുതി വെക്കുക കുമ്പസാരത്തിനുള്ള ജപം. സ്റ്റെപ്പ് 1 കുമ്പസാരത്തിനുള്ള ജപം. പലരും പല രീതികളാണ്. ഒന്നാമത്തേത് കുമ്പസാരത്തിനുള്ള ജപം പകുതി ചൊല്ലാം. അതല്ലെങ്കിൽ മുഴുവനും ചൊല്ലാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. പകുതി ചൊല്ലിയിട്ട് പിന്നീട് കുമ്പസാരം കഴിയുമ്പോൾ പോയി മുട്ടുകുത്തിയിട്ട് ബാക്കി പകുതിയും കൂടി ചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യായ പരിസമറിയത്തോടും എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അപ്പോസ്തലന്മാരോടും മാലാഖമാരോടൊക്കെ ചേർന്ന് സഭയോട് ചേർന്ന് നമ്മൾ അവരോടൊക്കെ മധ്യസ്ഥം യാചിക്കുകയാണ്. നല്ലൊരു കുമ്പസാരം നടത്താൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒന്ന് കുമ്പസാരത്തിനുള്ള ജപം. കുമ്പസാരത്തിനുള്ള ജപം. 2, അച്ഛനിങ്ങനെ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചോ. കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുവാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? കുമ്പസാരക്കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? കുമ്പസാരക്കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്തുതിയൊക്കെ കൊടുക്കണം. ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. നമ്മൾ കാറ്റഗിസം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു സ്തുതിയൊക്കെ കൊടുക്കണം. അച്ഛനൊരു സ്തുതി എന്ന് നോക്കട്ടെ. പരസ്പരം സ്തുതി കൊടുത്തേ. ആദ്യം ഓർക്കുക, കുമ്പസാരത്തിനുള്ള ജപം കഴിഞ്ഞിട്ട് വന്ന് മുട്ടുകുത്തുമ്പോൾ ഒരു സ്തുതി കൊടുക്കുക. എന്നിട്ട് എന്ത് പറയും? പിതാവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. വേണ്ടോ? പിതാവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. എഴുതി വെച്ചോ സ്റ്റെപ്പ്. ആദ്യം ഈശോ കുമ്പസാരത്തിനുള്ള ജപം, പിന്നെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൂന്നാമത്തേത് പിതാവേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയാം. ഇനി ആർക്കെങ്കിലും മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്ന് കുമ്പസാരിച്ചാലും മതി കേട്ടോ. ഞാൻ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര മുട്ടുവേദനയൊക്കെ ആയിരിക്കും. അവർ ആ പാവങ്ങൾ ഇങ്ങനെ മുട്ടുവേദന സഹിച്ചുകൊണ്ട് അങ്ങനെ മുട്ടുകുത്തണ്ട. നമുക്ക് കർത്താവിനറിയാമല്ലോ. പോയി കസേരമ്മ ഇരുത്തി. ഇപ്പോൾ സെയിൻറ്റ് ജോസഫിലൊക്കെ ആണെങ്കിൽ കസേരയുണ്ട്. കസേരയിൽ വന്നിരുന്ന് കുമ്പസാരിക്കാവുന്നതാണ്. അച്ഛനോട് പറയണം. അപ്പോൾ ഓക്കെ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് സ്തുതി കൊടുത്തിട്ട് പിതാവേ, പാപിയായി എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ? എത്ര ദിവസമായി കുമ്പസാരിച്ചിട്ടെന്ന് പറയണം. ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 6 മാസമോ 1 കൊല്ലമോ 20 കൊല്ലമോ 10 കൊല്ലമോ എത്ര കൊല്ലമായി കുമ്പസാരിച്ചെന്ന് വ്യക്തമായിട്ട് പറയണം. കാരണം ഇപ്പൊ അന്ന പറയാണ്, അച്ഛാ ഒരാഴ്ചയായിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രായശ്ചിത്തം ഞാൻ അന്നയ്ക്ക് കൊടുക്കും. ഇപ്പോ ഈ അമ്മച്ചി വന്നിട്ട് പറയാണ്, അച്ഛാ 10 കൊല്ലമായി കുമ്പസാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ 10 കൊല്ലത്തെ പ്രായശ്ചിത്തം ഒരിക്കലും കൊടുക്കുക. മനസ്സിലായോ? പ്രായശ്ചിത്ത പ്രവൃത്തി എത്രമാത്രം കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര നാളായി കുമ്പസാരിച്ചു എന്ന് പറയുന്നത് നല്ലതാണ്. ഇനി അടുത്തത് അടുത്തത് എന്ത് ചെയ്യണം?
പാപങ്ങളെല്ലാം ഏറ്റു പറയണം. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ആദ്യം എന്ത് ചെയ്യണം? കുമ്പസാരത്തിനുള്ള ജപം. 2, സ്തുതി കൊടുക്കുന്നു. 3, പിതാവേ പാപിയായി എന്നിൽ കനിയണമേ. അടുത്തത് എത്ര നാളായി കുമ്പസാരിച്ചെന്ന് പറയണം. പിന്നെ പാപങ്ങളെല്ലാം പറയണം. പാപങ്ങളെല്ലാം ക്രമമായിട്ട് പറയണം. പാപങ്ങളെല്ലാം ക്രമമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ 10 കൽപ്പനകൾ, തിരുസഭയുടെ 5 കൽപ്പനകൾ, മൂലപാപങ്ങൾ, പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ, ഇതെല്ലാത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. അപ്പൊ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവണം പാപങ്ങളെല്ലാം ഏറ്റു പറയാൻ. അപ്പൊ എല്ലാ പാപങ്ങളും വളരെ വ്യക്തമായിട്ട് വൈദികന്റെ മുന്നിൽ പറയുന്നു. വൈദികന്റെ മുന്നിൽ നിങ്ങൾ ചോദിച്ചാലും പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചോ. വൈദികൻ ചോദിച്ചാലും നിങ്ങൾ പറയാൻ പാടില്ല. ഒന്ന്, നിങ്ങളുടെ പേര്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പേര്, നിങ്ങളുടെ നാട്, നിങ്ങളുടെ വീട്ടുപേര്. ഇനി നിങ്ങൾ ആരെങ്കിലുമായിട്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം ചെയ്ത വ്യക്തിയുടെ പേര്. ഇപ്പോൾ ഞാനൊരാളുടെ കൂടെ ഞാൻ എന്നോട് മോഷ്ടിക്കാൻ പോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറയാണ്, ആരുടെ കൂടെയാണ് മോഷ്ടിക്കാൻ പോയെന്ന് ചോദിച്ചാൽ ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? പിന്നെ എൻ്റെ പേര് പറയേണ്ട കാര്യമില്ല, എൻ്റെ വയസ്സ് പറയേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടുപേര് പറയേണ്ട കാര്യമില്ല, എൻ്റെ വീട് എവിടെയാണ്, ആരുടെ കൂടെ പാപം ചെയ്തത്, അതൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? വ്യക്തിപരമായ ഒരു ഇൻഫർമേഷനിലും കുമ്പസാരക്കൂട്ടിൽ കയറി വരേണ്ട കാര്യമില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ചോ, ഈശോയേ, 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 ഈശോയേ. എന്നിട്ട് പാപങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുക. പാപങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഡയലോഗ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതെന്താണ്? എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി. എന്താ പറയുക? അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. പിതാവേ, ഞാൻ ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. മിക്കതും മറന്നുപോയി, എല്ലാവരും മറന്നുപോയി. അതുകൊണ്ട് അച്ഛൻ പറയാണ്, ഇങ്ങനെ പറയാം, പിതാവേ, ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ കുമ്പസാരത്തിൽ ഒരുങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു പാപം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനല്ലേ, മാലാഖയൊന്നുമല്ലല്ലോ, എവിടെയെങ്കിലൊക്കെ വിട്ടുപോകൂലേ? പിതാവേ, ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതോ പാപങ്ങൾ ക്ഷമിക്കണമേ. അതല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും പറയണം, എൻ്റെ എല്ലാ പാപങ്ങളും പറഞ്ഞു കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ. ഒന്നും പറയില്ല. പാപങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരിക്കും. അങ്ങനെ ചെയ്യരുത്. പാപം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയണം, പിതാവേ, ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അപ്പം അത് കഴിയുമ്പോൾ അച്ഛന് ഉപദേശങ്ങളൊക്കെ തരും. മോളെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അച്ഛന് ഉപദേശങ്ങളൊക്കെ തന്നിട്ട് അവസാനം അച്ഛൻ എന്ത് തരും? പ്രായശ്ചിത്തം തരും. പ്രായശ്ചിത്തം തന്നിട്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ അബ്സൊല്യൂഷൻ ഫോർമുല, God the Father of mercies, through the death and resurrection of his Son, has reconciled the world to himself and sent the Holy Spirit among us for the forgiveness of sins. To the ministry of the church, may God give you pardon and peace. I absolve you from all your sins in the name of the Father and of the Son and the Holy Spirit. എന്ന് ഇംഗ്ലീഷിലോ ലാറ്റിനിലോ മലയാളത്തിലോ അച്ഛൻ അബ്സൊല്യൂഷൻ ഫോർമുല പറഞ്ഞ് പാപത്തിൽ നിന്ന് മോചിക്കും. മോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിക്കുന്നല്ല, അത്ര ഈസിയൊന്നുമല്ല പാപങ്ങൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ശരിക്കും ടയർഡാവും. അച്ഛന്മാർ പാപങ്ങളൊരു മനുഷ്യൻ്റെ പാപങ്ങൾ കേൾക്കുക, ആ വ്യക്തിയെ കേൾക്കുക എന്ന് അത്ര ഈസിയൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കാൻ ആളില്ല, പറയാൻ ആളുണ്ട്, പറയാൻ ഇഷ്ടമാണ്, അന്നന്ന് കേട്ടിരിക്കാനായിട്ട് ആളില്ലാത്തൊരു കാലഘട്ടമാണത്. അപ്പം എന്നാൽ അച്ഛനാ കുമ്പസാരക്കൂട്ടിൽ അത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി ഇരുന്നതാണ്. ഒന്നുകിൽ താങ്ക് യു ഫാദർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്തുതി കൊടുക്കാം, ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ഛാ, നന്ദിന്നോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. എന്നിട്ട് ഈശോയുടെ മുന്നിൽ ഇപ്പോൾ മുട്ടുകുത്തിയിട്ട് എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. പിന്നെ ഇത് കുമ്പസാരത്തിനുള്ള ജപത്തിൻ്റെ ബാക്കി ചൊല്ലണം. പിന്നെ മനസ്താപപ്രകരണം ചൊല്ലണം കേട്ടോ. അപ്പോൾ എല്ലാം ക്ലിയർ ആണല്ലോ, എല്ലാം ക്ലിയർ ആണല്ലോ, 100% ഉറപ്പായോ? അപ്പൊ ആദ്യം കുമ്പസാരിക്കുമ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്താ? അയ്യോ, എല്ലാവരും പറയും എന്താ? ഒന്നാമത് എന്താ ചെയ്യണ്ടേ? കുമ്പസാരത്തിനുള്ള ജപം കേട്ടോ. ക്രിസ്ത്യാനികള്, കത്തോലിക്കർ എല്ലാവരും പഠിച്ചിരിക്കുക. ആദ്യം കുമ്പസാരത്തിനുള്ള ജപം ചൊല്ലുന്നു. 2 സ്തുതി കൊടുക്കുന്നു. 3 പിതാവേ പാപിയായ എന്നിൽ കനിയണമേ. 4 എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്ന് പറയണം കേട്ടോ.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് പറയണം. 5, പാപങ്ങളെല്ലാം ഏറ്റു പറയണം. 6, വ്യക്തിപരമായ അത് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞെന്നുള്ള അച്ഛൻ. പിതാവ്, ഞാൻ പറഞ്ഞതും പറയാൻ മറന്നുപോയതുമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. പിന്നെ അച്ഛൻ്റെ ഉപദേശങ്ങളും പ്രായശ്ചിത്തമൊക്കെ തരും. അവസാനം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒരു സ്തുതി കൊടുക്കുക. എന്നിട്ട് അവിടെ പോയി മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. കോംപ്ലിക്കേഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ കുമ്പസാരത്തിലെ ജപം മുഴുവൻ ചൊല്ലിക്കോ. എന്നിട്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സാപ്രകരണം പ്രായശ്ചിത്തവും ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. പ്രായശ്ചിത്തം പൂർത്തിയാക്കണം, എങ്കിലേ കുമ്പസാരം വാലിഡ് ആവുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ചോ, ഈശോയേ, 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 ഈശോയേ. പിന്നെ കുമ്പസാരിക്കുമ്പോ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ലിസ്റ്റ് കുമ്പസാരം വേണ്ട. എഴുതി വെച്ചോ, ലിസ്റ്റ് എൻ്റെ ഇടവക്കാരോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് കുമ്പസാരം വേണ്ട. എഴുതി വെക്കുക, ലിസ്റ്റ് കുമ്പസാരം വേണ്ട. ലിസ്റ്റ് കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് 70 വയസ്സായിട്ടുണ്ടാവും, 75 വയസ്സായിട്ടുണ്ടാവും. 75 വയസ്സായിട്ടുള്ള ആളും വന്നിട്ട് ഈ ആദ്യ കുർബാനക്ക് സിസ്റ്റർ എന്താണ് പഠിപ്പിച്ചത് അത് തന്നെ വന്ന് തട്ടും. പിച്ചി, മാന്തി, കടിച്ചു. ഒരു മാറ്റം ഉണ്ടാവില്ല പാപത്തിന്. എന്നെല്ലാം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആദ്യം എന്താണ് തലേ കിടക്കുന്നത് അത് തന്നെ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഒരു വള്ളി പുള്ളി തെറ്റില്ല പാപങ്ങളുടെ കാര്യത്തിൽ, ഒന്നും കൂട്ടിച്ചേർക്കില്ല. ആദ്യം എന്ന് സിസ്റ്റർ പഠിപ്പിച്ചു അത് തന്നെ പറയുള്ളൂ. അങ്ങനെ ലിസ്റ്റ് കുമ്പസാരങ്ങൾ വേണ്ട. ലിസ്റ്റ് ഒന്ന് പുതുക്കണം, പാപങ്ങൾ ക്രമമായി ഓർക്കണം. ഒന്നിരുന്ന് ചില സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബുള്ളറ്റ് പോലെ ആനവാതിലൂടെ കിടക്കുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നു, ഓട്ടിപ്പോയൊരു കുമ്പസാരം. അത് ലിസ്റ്റ് കുമ്പസാരം ഒരിക്കലും ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. വളരെ കടമയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ലിസ്റ്റ് കുമ്പസാരങ്ങൾ വേണ്ട, നന്നായിട്ട് ഒരുങ്ങി വേണം എല്ലാവരും കുമ്പസാരിക്കാൻ. രണ്ടാമത്തേത്, ന്യായീകരണ കുമ്പസാരം വേണ്ട. കുമ്പസാരക്കൂട്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, എൻ്റെ അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെയായി. കുമ്പസാരക്കൂട്ടിൽ വേറെ ആരും വലിച്ചുകൊണ്ട് വരാൻ പാടില്ല. അമ്മായിയമ്മയോ അമ്മായിയപ്പനോ അയൽവാസിയോ വികാരിയച്ഛനോ കൊച്ചച്ഛനോ ആരെയും കൊണ്ടുവരാൻ പാടില്ല. നീ നിന്റെ പാപങ്ങൾ മാത്രമേ കുമ്പസാരക്കൂട്ടിൽ വരാൻ പാടുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കേട്ടോ, എൻ്റെ ഭാര്യ പരദൂഷണക്കാരി ആയതുകൊണ്ട് അവളുടെ ഒപ്പം ഞാൻ ചേർന്ന് പോയതാണ്. എൻ്റെ കൂട്ടുകാരികളൊക്കെ പരദൂഷണം പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ പോയി വീണതാണ്. അങ്ങനെ പാടില്ല. കുമ്പസാരക്കൂട്ടില് ന്യായീകരണം പാടില്ല. ചെന്ന് മുട്ടുകുത്തി കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറഞ്ഞു, ഞാൻ പരദൂഷണം പറഞ്ഞു, ഞാൻ മദ്യപിച്ചു, ഞാൻ ദുഷിപ്പ് പറഞ്ഞു, ഞാൻ കുർബാന, ഞാൻ എൻ്റെ പാപങ്ങൾ പറയേണ്ട സ്ഥലമാണ്. ഒരു കുടുംബക്കാരെയും കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. മൂന്നാമത്തേത്, പൗഡർ കുമ്പസാരം. പൗഡർ കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയും, ഞാൻ അച്ഛ 10 കൽപ്പനയും ലംഘിച്ചിട്ടുണ്ട്, അച്ഛനങ്ങ് പിടിച്ചോന്ന് പറയും. മനസ്സിലായോ? ഒന്നും പറയൂല, എന്നാ പറഞ്ഞു, അച്ഛനൊന്നും പിടിയിട്ടില്ല. എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പൗഡർ ഇട്ടെല്ലാം മറച്ചു കളയും. കുമ്പസാരക്കോട്ടിലാകുമ്പോൾ നമുക്ക് ചോദിക്കാനും പറ്റില്ല. ചില ആളുകൾക്ക് ഉണ്ട്, വൃദ്ധരായ അച്ഛന്മാരുടെ അടുത്തേ പോവുള്ളൂ, ചെവിയേക്കാത്തവരുണ്ടെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ട്. പ്രായമായ അച്ഛന്മാരെ അത്രയും സന്തോഷം, ഒന്നും കേൾക്കുമല്ലോ. അച്ഛനോട് പറയും, അച്ഛാ ഈശോ വിശ്വാസിരിക്കട്ടെ, ഈശോ വിശ്വാസിരിക്കട്ടെ, അങ്ങനെ ചോദിക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും അച്ഛൻ ചെവി കേൾക്കില്ലെങ്കിൽ നിങ്ങൾ പതിയെ ഒന്ന് മാറി വേറെ ഏതെങ്കിലും അച്ഛന്മാരുടെ അടുത്തൊക്കെ പോകാനൊക്കെ പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കുമ്പസാരം ലിസ്റ്റ് കുമ്പസാരം കേട്ടോ. ലിസ്റ്റ് കുമ്പസാരങ്ങൾ വേണ്ട, ലിസ്റ്റ് പുതുക്കുക. 2, നിങ്ങൾ ന്യായീകരണ കുമ്പസാരങ്ങൾ. കുമ്പസാരക്കൂട്ടിൽ ആരെയും കൊണ്ടുവരണ്ട, നിങ്ങൾ മാത്രം പോയി കുമ്പസാരിച്ചാൽ മതി, നിങ്ങളുടെ പാപങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. മൂന്നാമത്തേത് പൗഡർ കുമ്പസാരം. പാപങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയണം, പരത്തിയേക്കരുത്. ചപ്പാത്തി പരത്തുന്ന പോലെ ചേറിയിട്ട് അങ്ങനെ പരത്തും. അച്ഛനൊന്നും പിടിയിട്ടില്ല. 1, 2, 5, 6, 10 ലംഘിച്ചിട്ടുണ്ടെന്ന് പറയും. എന്താണെന്ന് ആർക്ക് പിടിയിട്ടു? കർത്താവിന് പോലും പിടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് കുമ്പസാരിക്കണം. ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ കുറ്റം പറഞ്ഞ വ്യക്തമായിട്ട് പറയുക. അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെ ഒളിച്ചുള്ള കുമ്പസാരങ്ങൾ വേണ്ട. 4, പാപമില്ല കുമ്പസാരം.
പാപമില്ല കുമ്പസാരം. ചില ആളുകൾ കുമ്പസാരക്കൂട്ടിൽ വന്നു പറയും, അച്ഛൻ ഞാൻ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്തിട്ടില്ല, എന്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു, തന്തൂരിയൊക്കെ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു എന്നല്ല, ഒന്നുമില്ല, വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഈ വഴി പോയപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ പറയാം, വെറുതെ ഈ വഴി പോയപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും പറയാനില്ല, ഞാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ ഞാൻ ചോദിക്കും, വല്ല കാര്യം ഉണ്ടായിരുന്നു കുമ്പസാരക്കൂട്ടിലോട്ട് വരാൻ? ആ മാതാവിനെ എടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ട് കയറിയിരുന്നാൽ പോരായിരുന്നു, വെറുതെ സമയം കളഞ്ഞല്ലോ. കുമ്പസാരക്കൂട്ടിൽ പാപം പറയാനാണ് വരുന്നത്. പാപമില്ല കുമ്പസാരങ്ങളാവരുത്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ എന്തോ ഒരു അശുദ്ധി വരുന്നുണ്ടെന്നറിയോ? അത് ബോധമില്ലാത്തതുകൊണ്ടാണ്. സ്വന്തം ആത്മാവിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പാപമില്ലാ കുമ്പസാരങ്ങളായി പോകുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അടുത്തത് കഥപറച്ചിൽ കുമ്പസാരം. കഥപറച്ചിൽ ഇതൊന്നും ആരും പറയില്ല കേട്ടോ, ഞാൻ എഴുതിയിട്ട് ഉണ്ടാക്കിയതെന്നൊക്കെ കേട്ടോ. കഥപറച്ചിൽ കുമ്പസാരം. കഥപറച്ചിൽ കുമ്പസാരം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയും കുമ്പസാരക്കൂട്ടിൽ വന്നിട്ട്, സ്വന്തം കാര്യം മാത്രം പറയില്ല. പിന്നെ ഈ കുമ്പസാരക്കൂട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വിഷമങ്ങൾ പറയേണ്ട ഒരു സ്ഥലമല്ല കുമ്പസാരം, അത് കൗൺസിലിംഗ് ആണ്. കുമ്പസാരക്കൂട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ നാത്തൂൻ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി, ഇന്ന വാക്ക് മയമ്മ പറഞ്ഞപ്പോൾ, എൻ്റെ കെട്ടിയാൻ പറഞ്ഞപ്പോൾ, എൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ, വികാരിയച്ഛൻ പറഞ്ഞപ്പോൾ, ആരെയും കൊണ്ടുവരണ്ട. നിങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ട ഒരു സ്ഥലമല്ല കുമ്പസാരക്കൂട്. നിങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ട സ്ഥലം കൗൺസിലിംഗ് സെൻറ്റർ, കൗൺസിലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനോടൊന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കുക, സങ്കടങ്ങൾ പറയുക. കുമ്പസാരക്കൂട്ടിൽ പാപങ്ങൾ പറയുക, അത് വ്യക്തമായിട്ട് കേട്ടോ. അപ്പോൾ ഈ കഥപറച്ചിൽ കുമ്പസാരങ്ങളാവരുത്. നമ്മൾ പൊതുവെ പറയുന്നല്ല അച്ഛൻ, ആണുങ്ങൾ കുമ്പസാരിക്കാനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് പറയും, അച്ഛൻ ഇതാണ് 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 ഇതാണ്. പക്ഷെ പെണ്ണുങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, കഥ പറയും, ഇങ്ങനെ കറങ്ങി 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 ഏതൊക്കെ വഴി കൂടി പോയിട്ടാണ് അവസാനം മാന്തി എന്നായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 5 കിലോമീറ്റർ ബസ് എടുത്ത് പോയിട്ട് അവിടെ നിന്ന് 1 കിലോ അരി മേടിച്ച്, ഓട്ടോക്കാരൻ്റെ പേര് ഇതാണ്, തിരിച്ച് വന്ന് വേറെ ബേക്കറി കയറി തിരിച്ച് വന്ന് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഭർത്താവിനെ മാന്താൻ തോന്നിയത്. ആദ്യം അങ്ങോട്ട് മാന്തിയാൽ മതിയായിരുന്നു, ഇവിടെയൊക്കെ കറങ്ങിപ്പോയിട്ട് വന്ന് മാന്തേണ്ട വല്ല കാര്യം ഉണ്ടാവും. കഥപറച്ചിൽ കുമ്പസാരങ്ങളായി പോരുത്. കഥ പറയാനുള്ള ഇടമല്ല കുമ്പസാരക്കൂട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ പാപങ്ങൾ പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വീട്ടിൽ ഇപ്പം അമ്മയെ, ഞാൻ ആകെ അടുത്തറിയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യമായിരിക്കും, വളരെ 3/4 മണിക്കൂർ 1 മണിക്കൂർ പറഞ്ഞാളേ. അത് തന്നെ അപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ, മോനെ ഇന്നലെ കാര്യം നടന്നില്ല, തീർന്നു, ഫോൺ വെക്കുക, സമാധാനത്തോടെ. ഇതാണ് പെണ്ണുങ്ങൾക്ക് തലയ്ക്ക് കുറേ അറകളുണ്ടെന്ന് പറയാം. ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഭയങ്കര പാടാണ്. അത് ഞങ്ങളുടെ അപ്പച്ചന്മാരും ചെറുക്കന്മാരൊക്കെ പോയി മാന്തി കഴിഞ്ഞു, ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് കടമ കഴിക്കൽ കുമ്പസാരം. കടമ കഴിക്കൽ, സഭയുടെ നിയമം ഉണ്ടല്ലോ വർഷത്തിലേക്കൽ കുമ്പസാരിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ പോയി കുമ്പസാരിക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും തള്ളി വിട്ടതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നു, വികാരിയച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നു. നോ, അത് കടമ കഴിക്കൽ കുമ്പസാരമാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് കുമ്പസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. അതാണ് കടമ കഴിക്കൽ കുമ്പസാരം. 7ാമത്തേത് അനുതാപമില്ല കുമ്പസാരം. അനുതാപം. കുമ്പസാരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 1ാമത്തെ ക്രൈറ്റീരിയ ഇതാണ്, അനുതാപം ഉണ്ടാവണം. എൻ്റെ ദൈവത്തെ, എൻ്റെ സഹോദരങ്ങളെ, എന്നെ തന്നെ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടാവണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു അനുതാപം ഉണ്ടാവും. ചില ആളുകളൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ചിലപ്പോൾ ചെറിയ പാപങ്ങളാകാം, വലിയ പാപങ്ങളാകാം, കരഞ്ഞൊക്കെ കുമ്പസാരിക്കുന്നേ. കരഞ്ഞൊക്കെ കുമ്പസാരിക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം. കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അത്രയും ഈശോയെ വേദനിപ്പിച്ച് പോയില്ലെന്നുള്ള ചിന്ത കൊണ്ടുണ്ടല്ലോ കരഞ്ഞ അനുതാപത്തോടെ കുമ്പസാരിക്കുമ്പോൾ അച്ഛൻ കാണും ഇങ്ങനെ ഈശോ ഇറങ്ങി വരുന്നത്, എന്നിട്ട് ആ വ്യക്തിനെ ഇങ്ങനെ തൊടുന്നതും അനുഗ്രഹിക്കുന്നതൊക്കെ കേട്ടോ. അപ്പം നമ്മൾ നല്ല അനുതാപത്തോടു കൂടെ വേണം കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട്. കടത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ആരും കുമ്പസാരിക്കരുത്. കടമ കഴിക്കാൻ വേണ്ടിയിട്ട് കുമ്പസാരിക്കണമെന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം കുമ്പസാരിക്കരുത്. അനുതാപത്തോടെ, വേദനയോടെ, നുറുങ്ങുന്ന ഹൃദയത്തോടെ കുമ്പസാരിക്കാൻ പരിശ്രമിക്കുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതെന്താണെന്നറിയോ? ഇതൊരു വ്യക്തി ജീവിതകാലത്ത് ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളാണ്. ഒരു വ്യക്തി ഇത്രയുണ്ട്, 100 പേജുണ്ട്. ഒരു വ്യക്തി ജീവിതകാലത്ത് ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും നമ്മൾ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ
വന്ന് കയറാൻ സാധ്യതയുള്ള പാപങ്ങൾ ഒന്ന് വായിക്കാം. എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് കുമ്പസാരക്കൂട്ടിൽ പറയുക. പെട്ടെന്ന് അച്ഛൻ വായിക്കുക. ഒന്നാം പ്രമാണം എങ്ങനെ എന്താ? ഒന്നാം പ്രമാണം എന്താ? ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ ഒന്നാം പ്രമാണ ലംഘനത്തിനെതിരെ ഏതെങ്കിലും പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തെടുക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യാൻ പരിശ്രമിക്കുക കേട്ടോ. നോക്കിയേ, ഒന്നാമത്തേത് ഹൃദയത്തിൽ അന്യ ദൈവാരാധന നടത്തിയിട്ടുണ്ട്. അക്രൈസ്തവ ആരാധനാലയങ്ങളിൽ വിശ്വാസപൂർവം പോയിട്ടുണ്ട്. അക്രൈസ്തവ ആരാധനാലയങ്ങളിലെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അക്രൈസ്തവ ആരാധനാലയങ്ങളിൽ നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട്. അന്യദൈവന്മാരുടെ കഥകൾ വിവരിക്കുന്ന ടെലിവിഷൻ സീരിയലുകൾ അതീവ താല്പര്യത്തോടെ കണ്ടിരിക്കും. മനസ്സിലായോ? മറ്റു ദൈവങ്ങളുടെ കഥകളും സിനിമകളൊക്കെ കണ്ടിരിക്കുന്നത് അതും ഒരു വിഗ്രഹാരാധനയാണെന്ന് പറയുക. വിഗ്രഹാർപ്പിത ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട്. സാത്താൻ ആരാധന നടത്തിയിട്ടുണ്ട്. സാത്താനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചാത്തൻ സേവ ചെയ്തിട്ടുണ്ട്. ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാത്താന്റെ സിനിമ, ഈ ഹൊറർ ഫിലിംസ് ഒക്കെ കാണുന്നത് കേട്ടോ, ഒരു പരിധി വരെ അതൊരു തിന്മയാണ്. അതിലൂടെയൊക്കെ സാത്താൻ കടന്നു വരുന്ന വഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഓജോ ബോർഡ് കളിക്കുക, ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുക, സാത്താൻ ചിഹ്നമുള്ള വസ്ത്രങ്ങൾ അണിയുക, സാത്താൻ ചിഹ്നമുള്ള ആഭരണങ്ങൾ അണിയുക, സാത്താൻ ചിഹ്നം ദേഹത്ത് പച്ച കുത്തുക. പച്ച കുത്തുന്നത് തന്നെ ഒരു പാപമാണ്. ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പച്ച കുത്തരുത് എന്ന് അണ്ടർലൈൻ ചെയ്ത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പച്ച കുത്താൻ പാടില്ല. അങ്ങനെ പിന്നെ സാത്താന്റെ ചിഹ്നമുള്ള തൊപ്പി, സ്മാർട്ട് ഫോണിൽ നമ്മൾ സാത്താന്റെ ചിഹ്നങ്ങൾ വയ്ക്കുക, മാലയിൽ സാത്താന്റെ ചിഹ്നങ്ങൾ വയ്ക്കുക. പിന്നെന്താണ്, നീറോ കുരിശ് അണിയുക, വിശുദ്ധ കുരിശ് തലകീഴായിട്ട് അണിയുക. പിന്നെ സൃഷ്ടികളെ ആരാധിക്കുന്നത്, സൂര്യാരാധന നടത്തുക, സർപ്പബലി നടത്തുക, വാരഫലം, പിന്നെ ജാതകം നോക്കുക, നാൾ ദോഷങ്ങൾ നോക്കുക. ബർത്ത്ഡേ സ്റ്റോൺ അതെന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും അറിയോ? ബർത്ത്ഡേ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഒച്ചപ്പറ, സോഷ്യൽ സ്കെയിലോ? ഒന്നാമത്തെ എൻ്റെ ഒരു ചെവി അടഞ്ഞിരിക്കുക. എന്താ? സ്റ്റോണുകൾ വയ്ക്കുന്നത് അല്ലേ? അതാണ് ബർത്ത്ഡേ സ്റ്റോണുകൾ വയ്ക്കുക. ശകുനം നോക്കുക, രാവുകളിൽ വിശ്വസിക്കുക, നല്ല സമയം എന്നൊക്കെ പറയുക, നല്ല സമയം നോക്കി വീടിന് കല്ലിടുക, നല്ല സമയം നോക്കി പുരതാമസം നടത്തുക, വാസ്തുവിദ്യ നോക്കുക, ഏലസ്, മന്ദിരച്ചിരട്, അന്ധവിശ്വാസങ്ങള്, ദുരാചാരങ്ങള്, സ്ഥാനക്കാരെ കൊണ്ട് സ്ഥാനം നോക്കി വീട് പണിയിക്കുക, കല്ലിടുമ്പോൾ പഞ്ചലോഹമോ നാണയമോ നിക്ഷേപിക്കുക, ക്ഷുദ്ര വസ്തുക്കള്. അങ്ങനെ പിന്നെ ഭാവി അറിയുന്നവരുടെ അടുത്ത് ചെല്ലുക. അതായത് കൈനോട്ടക്കാര്, ജ്യോത്സ്യൻ, കമ്പ്യൂട്ടർ ജാതകം ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നതാണ്. കമ്പ്യൂട്ടറിലൂടെ എൻ്റെ ജാതകം എന്താകും, ബും ബും എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കും. പിന്നെ മഷിനോട്ടം, മുഖലക്ഷണം, പക്ഷിയെ കൊണ്ട് പറയിക്കല്, പ്രാശ്നികൻ, വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പോവുക കേട്ടോ. പിന്നെ വിഗ്രഹാരാധന, ആൾദൈവങ്ങള്, ആൾദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഇന്നിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആൾദൈവങ്ങളുടെ അടുത്തൊക്കെ പോവുക. പിന്നെ പ്രണയിക്കുന്ന വ്യക്തികളോട്, അതും ഒരു വിഗ്രഹാരാധനയാണ് കേട്ടോ. പ്രണയിക്കുന്ന വ്യക്തികളെ ഹൃദയത്തിൽ പൂജിക്കുക. ദൈവത്തെക്കാളേറെ പ്രണയിക്കുന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവസ്നേഹത്തിന് വിരുദ്ധമായ പ്രണയബന്ധത്തിൽ ഏർപ്പെടുക. അതായത് മറ്റ് നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിലായിരിക്കുമ്പോൾ തന്നെ മറ്റു മതത്തിലുള്ള വ്യക്തികളുമായിട്ട് സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുന്നത് വിഗ്രഹാരാധനയാണ് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ തന്നെ വിഗ്രഹമാക്കുക. ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് വലിയൊരാളായിട്ട് കരുതി സ്നേഹിച്ച് ഞാൻ സൂപ്പറാണ് പക്ഷെങ്കിലും ഒരു പരിധി കഴിഞ്ഞിട്ട് തെറ്റും ശരിയും സ്വയം നിശ്ചയിച്ചും താൻ പോരുമ കാണിക്കുക. അതായത് തെറ്റായിരിക്കാം, പക്ഷെ മറ്റുള്ളവർ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ പറയുമ്പോൾ തെറ്റല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വ്യക്തികള്, ധനാസക്തി, സോഷ്യൽ മീഡിയയുടെ അടിമത്തം, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഓർക്കുട്ടിലും ഒക്കെ ഇങ്ങനെ പായ വിരിച്ച് കിടന്നുറങ്ങാന്നൊക്കെ പറയും. അവിടെ തന്നെ 24 മണിക്കൂറും ആയിരിക്കുന്നത് അതൊരു വിഗ്രഹാരാധനയാണെന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഭക്ഷണാസക്തി, തന്തൂരി ചിക്കനും മട്ടനും കോഴിയും ഇതൊക്കെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. നോമ്പ് കാലഘട്ടത്തിൽ പോലും ഒരു കൺട്രോൾ ഇല്ലാതെ ആട്ടിറച്ചിയും ബീഫൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. ഒരു കൺട്രോൾ ഇല്ലാതെ ഭക്ഷണാസക്തിയിൽ മുഴുകി നിൽക്കുക. പിന്നെ ഇത് ശ്രദ്ധിച്ചോ, സത്യവിശ്വാസത്തിന് എതിരായ കാര്യങ്ങൾ. ഒന്നാമത്തേത് ദൈവനിഷേധമോ നിരീശ്വരവാദമോ നടത്തിയിട്ടുണ്ട്. ദൈവത്തോട്
വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടുണ്ട്. കുറെ നാൾ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. മറ്റ് മതാചാരങ്ങളോട് ക്രൈസ്തവ വിശ്വാസാനുഷ്ഠാനങ്ങളെക്കാൾ അഭിനിവേശം കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദൈവങ്ങളും ഒന്നായെന്നൊക്കെ പറയുക. മനസ്സിലായോ? അതൊക്കെ വിഗ്രഹാരാധനയിൽ പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞു തന്നും കുറേ ഉണ്ട്, കുറേ പാപങ്ങൾ. നിങ്ങളിവിടെ താമസിച്ച് ധ്യാനിക്കുക. അപ്പം അച്ഛൻ ഇതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ എഴുതി ഞാനും രാത്രി ഇരുന്ന് മുഴുവനും വായിക്കുമായിരുന്നു. ഈ പാപങ്ങളൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ എൻ്റെ കർത്താവെ, ആർക്ക് അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ പറ്റും? ആർക്കും കർത്താവിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. അത്രയും ഭയങ്കര പാപങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആറാം പ്രമാണ ലംഘനം. ആറാം പ്രമാണം എന്താ? ആറാം പ്രമാണം അതില് വരുന്നതാണ് നെറ്റിയിലൂടെയുള്ള അശ്ലീല കാഴ്ച, കണ്ണുകളിലൂടെ വരുന്ന അശ്ലീല കാഴ്ചകള്, കേൾവിയിലൂടെയുള്ള അശ്ലീല കേൾവികള്, ലൈംഗിക വൈകൃതങ്ങള്, സ്വർഗഭോഗം, സ്വയംഭോഗം, വ്യഭിചാരം, ലൈംഗിക വിനോദങ്ങള്, ലൈംഗിക സിനിമകൾ കാണുന്നത്, അങ്ങനെ 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 അവിശുദ്ധ ദാമ്പത്യ ബന്ധങ്ങള്, പ്രണയത്തില് ശരീരങ്ങൾ പങ്കുവയ്ക്കുന്ന അവസ്ഥകള്, അങ്ങനെ 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 കുറേ നൂറുകണക്കിന് ആയിരക്കണക്കിന് പാപങ്ങൾ. എങ്ങനെയായിട്ട് ആർക്കെങ്കിലും ഫോട്ടോ കോപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ആദ്യം വീട്ടിൽ പോയിരുന്ന് കുത്തിയിരുന്ന് വായിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ്, എന്താണ് കുംഭസാരം എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്താണ് കുംഭസാരം എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ കുംഭസാരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന തിരുസഭയുടെ കൽപ്പനകള്, പിന്നെ ദൈവിക കൽപ്പനകള്, പിന്നെ എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് ഓർക്കണ്ടോ? പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങള്, പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങള്, മൂലപാപങ്ങള്, അതൊക്കെ പറഞ്ഞു. പിന്നെ എന്താ അച്ഛൻ പറഞ്ഞത് ഓർക്കണ്ടോ? കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ കുമ്പസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെ കുമ്പസാരിക്കരുതെന്ന് പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള കുമ്പസാരങ്ങളാ എഴുതി വെച്ചിട്ടുണ്ടോ? ലിസ്റ്റ് കുമ്പസാരം. പിന്നെ എന്തോ? ന്യായീകരണ കുമ്പസാരം. 3 പൗഡർ കുമ്പസാരം. ഓക്കെ. 4 പാപമില്ലാ കുമ്പസാരം. 5 കഥവറച്ചൽ കുമ്പസാരം. 6 കടമ കഴിക്കുന്ന കുമ്പസാരം. 7 അനുതാപമില്ലാ കുമ്പസാരം. അപ്പൊ ഈ പാപങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ലൊരു നോമ്പ് കുമ്പസാരം നടത്താനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.